കഥ എഴുതി വയ്ക്കും. പക്ഷേ തിരക്കഥ എനിക്ക് ചെയ്യണമെങ്കിൽ പിറ്റേ ദിവസത്തെ മാർക്കറ്റിലേ പറ്റുള്ളൂ. തിരക്കഥ മൊത്തം അവിടെ പറ്റുള്ളൂ. ഇംപ്രവൈസേഷൻ വരും, അതിൽ ലൈവ് മാർക്കറ്റ് അപ്രോച്ച് വരും, സൈക്കോളജിക്കൽ മാനർ സിസ്റ്റം വർക്ക് ചെയ്യും. ഇതെല്ലാം അതെനിക്ക് ഡേ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ തലേദിവസമേ കഥ എഴുതി പ്ലാൻ ചെയ്ത് വയ്ക്കും. ദിസ് ഈസ് ദ സ്റ്റോറി നാളത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോറിക്ക് വെട്ടിത്തിരുത്തൽ വരും, അത് മാർക്കറ്റ് തരുന്ന വെട്ടിത്തിരല്ല. അപ്പോൾ അത് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് പിറ്റേന്ന് കാലത്ത് 9 കാലമാകുമ്പോൾ ഞാൻ നോക്കും ഈ സിസ്റ്റം പ്രകാരമാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ രീതിക്ക് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ട്രേഡ് എക്സിക്യൂട്ടും. ഇല്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് അനുസരിച്ച് എൻ്റെ സിസ്റ്റത്തിനെ മാറ്റിക്കൊണ്ടിരിക്കും, ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്ന സൈക്കോളജി ഒരിക്കലും ഈ കോഴ്സിലോ അല്ലെങ്കിൽ ഒരിടത്തും കിട്ടില്ല. പക്ഷേ 2019-20 ശേഷം ഈ കൊറോണ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ ഇരുന്ന് തുടങ്ങി. വീട്ടിൽ ഇരുന്നപ്പോൾ അവർക്ക് ടൈമുണ്ട്. ഈ ടൈമിലേക്കാണ് 2020 ഇഷ്ടം പോലെ ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഇപ്പം പല ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം മിനിമം അവരുടെ എക്സ്പീരിയൻസ് 5 വർഷമായിരിക്കും. അന്ന് ഡൗൺവേർഡ് മാർക്കറ്റ്, അപ്വേർഡ് മാർക്കറ്റ്, എവരിബഡി മേക്സ് മണി. എവരിബഡി സ്റ്റോക്ക് വാങ്ങിച്ചോ പ്രോഫിറ്റ് കിട്ടും, ഓപ്ഷൻസ് വാങ്ങിച്ചോ പ്രോഫിറ്റ് കിട്ടും. ഹയർ വിക്സിലാണ് 40-50 വിക്സൊക്കെ അന്ന് വന്നിട്ടില്ല, 38-40 വിക്സ് നല്ല പ്രോഫിറ്റാണ്. ആ രീതിക്കാണ് കുറേ കാലം പൊക്കോണ്ടുവന്നത്. പക്ഷേ 2022 വന്നപ്പോൾ എന്ത് പറ്റി, ഇവരെല്ലാം കരിഞ്ഞ് പാറ്റയെ പോലെ അങ്ങ് പോയി. ഹായ് ആൾ, വെൽക്കം ടു ആലീസ് ബ്ലൂ യൂട്യൂബ് ചാനൽ അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ വിഷ്ണു ഗുപ്തനാണ്. ഹായ് വിഷ്ണു, വെൽക്കം. വിഷ്ണുവിൻ്റെ സ്വദേശം എവിടെയാണ്? ട്രിവാൻഡ്രമാണ്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എത്ര കാലമായിട്ട് ഇതിലൊരു എക്സ്പീരിയൻസ്? 21 ഫസ്റ്റ് ഇയറിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് വിഷ്ണു ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് സ്റ്റോക്ക് ബ്രോക്കിങ്ങിലായിരുന്നു. സ്റ്റാർട്ടിങ് വിത്ത് എൻ RMS പേഴ്സൺ. ഞാൻ RMS റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ തുടങ്ങി. ഡീലർ ടു ട്രേഡർ, ട്രേഡർ ടു മാനേജർ, ദെൻ ഫണ്ട് മാനേജർ. അങ്ങനെ ആ രീതിയിലേക്ക് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ക്വിറ്റ് ചെയ്തു. ഐ സ്റ്റാർട്ടഡ് അറ്റ് മൈ ഓൺ ട്രേഡിംഗ്. അങ്ങനെയാണ് ഈ ഒരു കരിയർ ഒരു സ്പാൻ അങ്ങോട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബാക്ക് എൻഡ് ഒരു വർക്കും അറിയാം, അങ്ങനെ ഫ്രണ്ട് നടക്കുന്നു അറിയാൻ പറ്റും. ഓക്കെ, വിഷ്ണു എങ്ങനെയാണ് ഈ പറഞ്ഞ തന്നെ ഒരു നമ്മൾ ഈ പറഞ്ഞ തന്നെ ട്രേഡർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഡേ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് വല്ലതും ഉണ്ടോ? ഇനീഷ്യൽ സ്റ്റേജിൽ ദർ ഇസ് എ വെരി ഗുഡ് സ്ട്രഗിൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷമായി ഫ്രം 2019 എൻ്റെ ഡേ ഒരു പ്രോപ്പറായിട്ട് രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്ത് പോകുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതെനിക്കൊരു ബിസിനസ്സാണ്. ഫോർ മീ ഇറ്റ്സ് എ കരിയർ വിട്ടിട്ട് വന്നപ്പം ദിസ് ഈസ് എ ബിസിനസ് ഫോർ മീ. സോ എൻ്റെ ഒരു ലാസ്റ്റ് എനിക്ക് ഡ്രോ ചെയ്ത സാലറി, എൻ്റെ എക്സ്പെൻസുകൾ, എൻ്റെ സ്റ്റാഫിൻ്റെ സാലറി, എൻ്റെ ഓഫീസ് എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്ത് രീതിയിൽ ഞാൻ സ്ട്രക്ചറൈസ്ഡ് പ്ലാൻ സെറ്റ് ചെയ്ത് ആ പ്ലാനിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ എനിക്കൊരു കുറേ ഡേ പ്ലാൻ ഉണ്ട്. ഇപ്പം ഒരു സിസ്റ്റം ഒരു മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ എൻ്റെ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ആ രീതിക്ക് ഞാൻ സെറ്റ് ഔട്ട് ചെയ്ത് ആ പ്ലാൻ ആ രീതിക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രേഡർ എന്നുള്ള ഞാൻ സിസ്റ്റത്തെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ട്രേഡിങ്ങിന് എന്താണ് ഇംപൾസീവായ ട്രേഡിങ്ങിന് ഞാൻ അപ്രോച്ച് ചെയ്യാറില്ല. എൻ്റെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് എൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ട്രേഡ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് 500 പോയിൻറ്റ് ബ്രേക്ക് ചെയ്തു, ട്രേഡ് വന്നോട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്. ട്രേഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണെങ്കിൽ മാർക്കറ്റുള്ള ദിവസമാണ്. അപ്പം എനിക്ക് ട്രേഡിംഗ് ഒന്നും ഇല്ല. ഞാൻ മോർണിംഗിൽ കാലത്ത് നോക്കി ആ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ അത് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് കാണുമ്പോൾ അറിയാം മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തരുമോ ഇല്ലയെന്ന്. അതിലൊരു 80% എനിക്ക് ആക്യുറസി ഉണ്ട്, 20% എൻ്റെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ ബാക്കിയുള്ള വെനെവർ ഐ ആം ഷുവർ അബൌട്ട് 80% ആ ട്രേഡിങ്ങിൽ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഒരു ഡേ സ്ട്രക്ചർ പ്ലാൻ ചെയ്തത് പ്രകാരമുള്ള ട്രേഡിംഗ് ഞാൻ യൂസ് ചെയ്യും. ആ രീതിക്കാണ് അത്. അപ്പോൾ അതിന് കുറേ ബാക്ക് ആൻഡ് വർക്കുണ്ട്. ഇതൊരു സിമ്പിൾ ഹാൻഡഡ് ആയിട്ടുള്ള വൺ ടൈം വാച്ച് പോലെ അല്ല. അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എറേഴ്സ് വരും. അത് റെക്ടിഫൈ ചെയ്യുക, ആ ഡേ പ്ലാൻ തന്നെ ഒന്നുകൂടെ ഷെഡ്യൂൾ ചെയ്യുക, റീഷെഡ്യൂൾ ചെയ്യുക, റീവർക്ക് ചെയ്യുക. അങ്ങനെ ഈ ആഴ്ച ഇതാണെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് കുറച്ച് ചേഞ്ചസ് വരും. ഇറ്റ് മീൻസ് മോഡ് ഓഫ് ഓപ്പറൻസി അല്ല ചേഞ്ച് വരുന്നത്, എൻ്റെ പ്ലാൻ അപ്രോച്ചിനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക്കായി ഞാൻ അത് അപ്രോച്ച് ചെയ്ത് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല ആൾക്കാരും ഇപ്പോൾ അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് 9 കാലമാകുമ്പോൾ ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ 10 മണിക്കൂർ ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ ആഫ്റ്റർ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആകും. ഈ സമയത്ത് അതിനെക്കുറിച്ച് എന്താണ് വിഷ്ണുവിൻ്റെ ഒരു ഐഡിയ? അത് യൂഷ്വലി പണ്ട് ബ്രോക്കിംഗ് ഫീൽഡിലൊക്കെ പറയുന്നത് നമ്മളെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ FIS അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോറിൻ FPA, അന്ന് FPA കാറ്റഗറി ഇല്ല, FIS മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ FIS അല്ലെങ്കിൽ ഹൈ നെറ്റ് HNI കാറ്റഗറി എൻ്ററി വരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കെന്നാണ് പറയും. കാരണം യൂറോപ്യൻ ടൈമായിട്ട് ക്ലബ് ചെയ്ത് പറയുന്നതാണ്. പക്ഷേ അങ്ങനൊരു സിസ്റ്റം ഇല്ല. സോ എന്നെ സംബന്ധിച്ച് 9 കാലിന് ട്രേഡ് വന്നാൽ 9 കാലിന് എൻ്റർ ചെയ്യാം, 9:20 ആണെങ്കിൽ 9:20. പക്ഷേ ആ ട്രേഡ് എൻ്റെ സെറ്റപ്പുമായിട്ട് എനേബിൾ ചെയ്ത് വരുന്ന സമയത്ത് മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എനേബിൾ അല്ലെങ്കിൽ ഇല്ല. കാരണം ആ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ കുറച്ച് പാടാണ്. ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അത് ഭയങ്കര പാടാണ്. അത് അറ്റൈൻ ചെയ്യുമ്പോൾ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ എനിക്ക് പാസീവായിട്ടുള്ള ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട് ഓവർ ദ പീരീഡ് ഓഫ് ഇയർ. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഡ്രോ ഡൗൺ ആയിരുന്നു. ദിസ് ഇയർ
പെർഫോമിങ് വെരി വെൽ. ഓക്കെ. സോ അത് ആ രീതിക്ക് പോവുക. പക്ഷേ നമ്മൾ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 9 എടുക്കണമെന്ന് ഒരു ചിന്ത വെച്ച് കഴിഞ്ഞാൽ ആ ട്രേഡ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവില്ല. കാരണം ഇത് സൈക്കോളജിക്കലി നമ്മൾ നോക്കുന്ന സമയത്തും പലപ്പോഴും അയ്യോ എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ആ സ്ട്രൈക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ വരാറുണ്ടല്ലോ. ഡേ പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് രാത്രി ഞാനിപ്പോൾ മാർക്കറ്റ് ടൈം കഴിഞ്ഞു, എനിക്കൊരു ചാനലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇട്ടതിന് ശേഷം രാത്രി എനിക്കൊരു 9 to 12 o'clock വരെ ഞാൻ എൻ്റെ അന്നത്തെ ഡേ വർക്ക് എന്തൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ദിവസങ്ങൾ, എന്താ സക്സസ് വന്ന്, ആ സക്സസ്സിൽ എനിക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റുമോ നോക്കി എല്ലാം ഞാൻ പ്ലാൻ ചെയ്യും. ഡേ ഔട്ട് പ്ലാൻ ചെയ്യും. നെക്സ്റ്റ് ഡേക്കുള്ള ഒരു പ്യുവർ പിക്ചർ ഞാൻ അവിടെ വയ്ക്കും, കഥ എഴുതി വയ്ക്കും. പക്ഷേ തിരക്കഥ എനിക്ക് ചെയ്യണമെങ്കിൽ പിറ്റേ ദിവസത്തെ മാർക്കറ്റിലേ പറ്റുള്ളൂ. തിരക്കഥ മൊത്തം അവിടെ പറ്റുള്ളൂ. അല്ല, ഇമ്പ്രവൈസേഷൻ വരും, അതിൽ ലൈവ് മാർക്കറ്റ് അപ്രോച്ച് വരും, സൈക്കോളജിക്കൽ മാനേജ് സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം അതെനിക്ക് ഡേ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ തലേദിവസമേ കഥ എഴുതി പ്ലാൻ ചെയ്ത് വയ്ക്കും. ദിസ് ഈസ് ദ സ്റ്റോറി നാളത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോറിക്ക് വെട്ടിത്തിരുത്തൽ വരും, അത് മാർക്കറ്റ് തരുന്ന വെട്ടിത്തിരത്തില്ല. അപ്പോൾ അത് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് പിറ്റേന്ന് കാലത്ത് 9 ഞാൻ നോക്കും ഈ സിസ്റ്റം പ്രകാരമാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ രീതിക്ക് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ട്രേഡ് എക്സിക്യൂട്ടും. ഇല്ലെങ്കിൽ ഞാൻ മാർക്കറ്റ് അനുസരിച്ച് എൻ്റെ സിസ്റ്റത്തിനെ മാറ്റിക്കൊണ്ടിരിക്കും, ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്ന സൈക്കോളജി ഒരിക്കലും ഈ കോഴ്സിലോ അല്ലെങ്കിൽ ഒരിടത്തും കിട്ടില്ല. നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ഈ പറഞ്ഞ ട്രേഡിങ് അത് മാത്രമാണ്. കുറേ പേര് പല ആൾക്കാരും ജോലിയുള്ള ആൾക്കാർ ജോലി വിട്ടിലേക്ക് ഇതിലേക്ക് വരുന്നു, പല ആൾക്കാർ ഇത് കോഴ്സായിട്ട് പഠിക്കാൻ വരുന്നു. അതേമാതിരി തന്നെ ഫുൾ ടൈം എന്താണ് ഒരാഴ്ച കൊണ്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ സ്വിംഗ് ട്രേഡ് പഠിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള പുതിയൊരു വേർഡ് കൂടി യൂസ് ചെയ്യുന്നില്ലേ, പല സ്വിംഗ് ട്രേഡർമാർ തന്നെ പല പേരുള്ളൂ. അതിനെക്കുറിച്ച് ജസ്റ്റ് വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ. യൂഷ്വലി 2018 വരെ ഇതൊരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണലിനെ കാണുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഫോർ മീ, എനിക്ക് 2017 ഞാൻ ജോലി വിടുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. ഞാൻ ജോലി വിട്ടു. ഞാൻ അന്നൊരു കമ്പനിയുടെ AVP ആയിരുന്നു, ഒരു പ്രോ ഫേമിൻ്റെ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ജോലി വിട്ടെന്ന്. അപ്പോൾ അന്ന് ഇതൊരു ബിസിനസ് ആയിട്ട് ആൾക്കാർ കരുതുന്നില്ല. അവരുടെ മനസ്സിലില്ല. പൊതുവേ അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് മൈൻഡ് സെറ്റാണ് പൊതുവേ കേരളത്തിലുള്ളത്. അപ്പം ആ ഒരു രീതി കണക്കാക്കില്ല. പക്ഷേ 2019-20 ശേഷം ഈ കൊറോണ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ ഇരുന്ന് തുടങ്ങി. വീട്ടിൽ ഇരുന്നപ്പോൾ അവർക്ക് ടൈമുണ്ട്. ഈ ടൈമിലേക്കാണ് 2020 ഇഷ്ടം പോലെ ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ അറിയാം, ഇപ്പം പല ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം മിനിമം അവരുടെ എക്സ്പീരിയൻസ് 5 വർഷമായിരിക്കും. 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് വളരെ കുറവാണ്. എനിക്കറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. സോ അവർ ഈ 2020 മാർക്കറ്റിലേക്ക് വന്നു. അന്ന് ഡൗൺവേർഡ് മാർക്കറ്റ്, അപ്വേർഡ് മാർക്കറ്റ്, എവരിബഡി മേക്സ് മണി. എവരിബഡി സ്റ്റോക്ക് വാങ്ങിച്ചോ പ്രോഫിറ്റ് കിട്ടും, ഓപ്ഷൻസ് വാങ്ങിച്ചോ പ്രോഫിറ്റ് കിട്ടും. ഹയർ വിക്സിലാണ് 40-50 വിക്സൊക്കെ അന്ന് വന്നിട്ടില്ല, 38-40 വിക്സ് നല്ല പ്രോഫിറ്റാണ്. ആ രീതിക്കാണ് കുറേ കാലം പൊക്കോണ്ടുവന്നത്. പക്ഷേ 2022 വന്നപ്പോൾ എന്ത് പറ്റി, ഇവരെല്ലാം കരിഞ്ഞ് പാറ്റയെ പോലെ അങ്ങ് പോയി. അതിനുശേഷമാണ് സെബി ആ ഗൈഡ് ലൈൻ തന്നെ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അതിനെ 2023 ആൾക്കാർ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് നേരെ ഇക്വിറ്റി ഇൻട്രാഡേക്ക് വന്നു. പണ്ട് ഇക്വിറ്റി ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ പ്രോഫിറ്റ്സിലുണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ആ 2020 വന്ന സ്പാൻ അത് നോക്കിയാൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സീരിയസിൻ്റെ ഷെയർ കയറിപ്പോയത് അങ്ങനെയല്ലേ. സോ അതെല്ലാം കളക്റ്റഡ് വന്ന ആ രീതി ക്യാച്ച് ചെയ്ത് വന്നതാണ്. അപ്പം യൂഷ്വലി ആ ഒരു സിസ്റ്റം എല്ലാവരുടെ മനസ്സിലുണ്ട്. എവരിബഡി ക്യാൻ മേക്ക് മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയും. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ കടന്നു പോയത്. ഇതൊരു ഇമോഷണൽ ഒരു ടച്ച് കൂടി ഇല്ലേ വിഷ്ണു, നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും മെൻ്റലി നമ്മളൊരു ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ എങ്ങനെ വിഷ്ണു ജസ്റ്റ് ഒന്ന് നോക്കുന്നു? ഇതൊരു മെൻ്റൽ സ്ട്രഗിളാണ്. എനിക്കൊരു സ്ട്രഗിളാണ്. ഈ സ്റ്റിൽ ഞാൻ ആ സ്ട്രഗിൾ വരും. അപ്പോൾ എല്ലാവരും പറയുന്നു വെച്ചാൽ സൈക്കോളജികൾ നിങ്ങൾക്ക് പഠിക്കാം, ഒരു കോഴ്സ് എടുത്താൽ സൈക്കോളജി പഠിക്കാൻ പറ്റും, ആ സൈക്കോളജി പഠിച്ചാൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ട്രേഡർ ആവുമെന്ന് പറയും. നോബഡി ക്യാൻ മേക്ക് സൈക്കോളജി. ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് റിസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് റിസ്ക് മാനേജ് വിൽ ഗീവ് യു സൈക്കോളജി. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് പല ട്രേഡർ എടുത്ത് സക്സസ്ഫുൾ ആയ ട്രേഡർ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുറത്ത് ഹാൻഡിൽ പോകുന്നതല്ല. ഐ നോ വെരി ഗ്രേറ്റ് ട്രേഡേഴ്സ്, അവർ സക്സസ്ഫുൾ ആണ്. പക്ഷേ അവരൊന്നും ഒരു ഔട്ട് ഓഫ് ദ കോർട്ടിൽ വന്നിരുന്ന് ആ രീതിക്ക് അവർ പറയില്ല. കാരണം അവർ ദേ ആർ സ്ട്രഗിൾ ആൻഡ് മെയ്ഡ് ദിസ് സ്ട്രാറ്റജി. അപ്പോൾ അതിന് അവർ സൈക്കോളജിയാണ്. ഒരു സ്ട്രാറ്റജി ഒരു ട്രേഡിങ്ങിൽ ആർക്ക് ലാഭം ഉണ്ടാക്കില്ല, നോബഡി വിൽ വിൻ. പക്ഷേ ഒരു സൈക്കോളജി നിങ്ങൾ എങ്ങനെ സ്ട്രാറ്റജി ചെയ്ത് അതിനെ റിസ്ക് മാനേജ് ചെയ്ത് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്ത് വർക്ക് ചെയ്യുമോ, അതാണ് നിങ്ങൾക്ക് പൈസ തരുന്നത്. അതാണ് ട്രേഡിങ്ങിൽ പലരും ചോദിക്കും കൺസിസ്റ്റൻസി ഒരു വാക്കുണ്ട്. അത് ഞാൻ ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞത് സാർ, നമ്മൾ സംസാരിച്ച സമയത്ത് കൺസിസ്റ്റൻസി ആർക്കും കിട്ടില്ല. നോബഡി ക്യാൻ. അത് കൺസിസ്റ്റൻ്റ് ആവുന്നത് നിങ്ങൾ റിസ്കിനെ മാനേജ് ചെയ്യുമ്പോഴാണ്. അത് നിങ്ങൾക്കൊരു ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളെ ലൈഫിൽ കാണും എപ്പോഴും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫെബ്രുവരി മന്ത് തൊട്ട് മാർച്ച് പകുതി വരെ ഐ വാസ് ഇൻ ലോസ് എൻ്റയർ ഇയർലി. ബട്ട് ഐ ഗോട്ട് എ ഗുഡ് 1 month in April. ആ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സാണ്. അതിന് നമ്മൾ അതിനൊക്കെ നറേറ്റ് ചെയ്ത് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് അത് പടം ഹിറ്റാവുന്ന പോലെ, പടം ഹിറ്റാകുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി എന്ന് പറയുമ്പോൾ ആ ഒരു രീതിക്ക് മാർക്കറ്റ് പോകുന്ന സമയത്ത് അതേപോലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി തരും നമുക്ക്. നമ്മളതിനെ ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലൈവ് മാർക്കറ്റ് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാക്കിൽ സൈക്കോളജി എന്നൊരു പറയുമ്പോൾ ഒരു വാക്ക് നമ്മൾ പറയണമെങ്കിൽ
അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് ട്രേഡ് ചെയ്ത് പൈസ കളഞ്ഞ് പഠിച്ചാലേ നടക്കുള്ളൂ. തപാലിൽ കൂടി നീന്താൻ പഠിച്ചിട്ട് കാര്യമില്ല പറഞ്ഞ മാതിരി നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങണം. മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്ത് അതിൻ്റെ ഓരോ എന്താണ് നടക്കുന്നത് ആ മരത്തിൽ ഇപ്പോൾ ഇതിൽ ഫോറിൻ അവരെത്രത്തോളം നമ്മൾ ഇതിലിപ്പോൾ ബാധിക്കുന്നുണ്ട്? ഇപ്പോൾ നമുക്കിതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് 2020 വരെ FIയുടെ ഒരു സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറൻസി ഡോളറിൻ്റെ റുപ്പി ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ FI പൈസ മാർക്കറ്റിൽ നിന്ന് ഔട്ടായെന്ന് പറയും. യൂഷ്വലി 2020 മുമ്പുള്ള പല മാർക്കറ്റും നോക്കിക്കഴിഞ്ഞാൽ വെൻ FI പുൾ ഔട്ട് മണി ഫ്രം ദ മാർക്കറ്റ് ഡൗൺ ആവും. ഓക്കെ. പക്ഷേ ഇപ്പോൾ ആ സ്ട്രക്ചർ ഇല്ല. കാരണം റിറ്റൈലേഴ്സിൻ്റെ പവറും FPIs വന്നു, HNIസിൻ്റെ പവേഴ്സ് കൂടി. അപ്പോൾ അതെല്ലാം വരുമ്പോൾ എന്ത് അവർ ബിക്കെയിം സൈലൻറ്റ്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഫോറിൻ എന്നൊരു കൾച്ചർ ഇപ്പോൾ ഇന്ത്യൻ സ്ട്രക്ചർ ഇല്ല. വി ആർ ഡീകപ്പിൾഡ് വിത്ത് US യൂറോപ്പ് എൻ്റയർലി ഡീകപ്പിൾഡാണ് യൂറോപ്യൻ മാർക്കറ്റിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ പോലും, ഫോർ എക്സാമ്പിൾ പല കാര്യം ട്രംപിൻ്റെ പല ട്വീറ്റുകൾ പോലും ഫണ്ട് എടുക്കുമായിരുന്നു. ഇപ്പോൾ അത് മാർക്കറ്റ് നോക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു സെൻട്രലൈസ് സിസ്റ്റം ഇപ്പോൾ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ല. അപ്പോൾ FPI FIs എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. അവർ ദെയർ മൈറ്റി പവർ, അവരിൽ ഫണ്ടുണ്ട്. ബട്ട് അവർക്ക് പോലും ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവരിപ്പം റീറ്റെയിലേഴ്സിൻ്റെ ആ ഒരു HNI അല്ലെങ്കിൽ FPI പവേഴ്സിലേക്ക് അവരും ഫിയർ ചെയ്യുന്നുണ്ട്. സാധാരണ മാർക്കറ്റ് അതുപോലെ മൂവ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഒരു 5,000 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 10,000 കോടി രൂപയ്ക്ക് FIs വിറ്റിട്ടുണ്ടെങ്കിൽ ആ ദിവസം മാർക്കറ്റ് മൈനസിൽ പോകുന്ന മാർക്കറ്റാണ് ഇപ്പം ചില പ്ലസ് നിൽക്കും. അത് ആ ഒരു കാറ്റഗറിയാണ്. ഇപ്പം 2020 ശേഷം അത് കൊറോണ, ഞാനത് പറയും താങ്ക്സ് ടു കൊറോണ എന്നേ പറയുള്ളൂ. കൊറോണയ്ക്ക് ശേഷം ആ ഒരു സിസ്റ്റം വളരെയധികം ബാക്ക് എൻഡ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ 2020 ശേഷമാണ് അമേരിക്കൻ എൻ്റയർ യൂറോപ്യൻ സ്ട്രക്ചറായിട്ട് നമ്മൾ ഡീകപ്പിൾഡ് ആണ്. ഇപ്പോൾ 80% മുകളിൽ അമേരിക്കൻ മാർക്കറ്റ് നമ്മൾ ഡീകപ്പിൾഡ്. വി ആർ അവർ എന്ന് പറയും. നമ്മൾ സ്വന്തം കാലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഇപ്പോൾ ഇല്ല സത്യം പറയാൻ എന്നെ സംബന്ധിച്ച്. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.